തിന്മയുടെ പ്രതീകമായിട്ടാണ് നമ്മൾ രാവണനെ കാണുന്നത്. എന്നാൽ രാമനാൽ വധിക്കപ്പെട്ട ആ രാക്ഷസരാജാവ് ലോകം കണ്ട ഏറ്റവും വലിയ പണ്ഡിതന്മാരിൽ ഒരാളായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? ബ്രാഹ്മണന്റെ അറിവും ക്ഷത്രിയന്റെ കരുത്തും ഒരുപോലെ ലഭിച്ചവൻ, പരമശിവന്റെ ഏറ്റവും വലിയ ഭക്തൻ. 10 തലകളെന്നത് 10 വിദ്യകളിലുള്ള അവന്റെ അറിവിനെയാണ് സൂചിപ്പിക്കുന്നത്. എങ്ങനെയാണ് ഇത്രയും വലിയൊരു ജ്ഞാനി ചരിത്രത്തിലെ ഏറ്റവും വലിയ വില്ലനായി മാറിയത്? ആ രഹസ്യം നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ വീഡിയോ എവിടെ നിന്നാണ് കാണുന്നത് എന്ന് കമന്റിൽ രേഖപ്പെടുത്തൂ. വിശ്രവസ് എന്ന മഹർഷിയുടെയും കൈകസി എന്ന അസുരപുത്രിയുടെയും മകനായി ജനിച്ച രാവണൻ കഠിനമായ തപസ്സിലൂടെയാണ് ശിവപ്രീതി നേടിയത്. കൈലാസപർവ്വതം ഉയർത്താൻ ശ്രമിച്ചപ്പോൾ തന്റെ വിരലുകൾ കൊണ്ട് ശിവൻ പർവ്വതം അമർത്തി. ആ വേദനയിൽ രാവണൻ പാടിയതാണ് വിശ്വപ്രസിദ്ധമായ ശിവതാണ്ഡവ സ്തോത്രം. രാവണന്റെ ഭക്തിയിലലിഞ്ഞ ശിവൻ അവന് രാവണൻ എന്ന ഉച്ചത്തിൽ അലറുന്നവൻ എന്ന പേരും ചന്ദ്രഹാസം എന്ന ദിവ്യവാളും സമ്മാനിച്ചു. സംഗീതത്തിൽ രാവണനു പകരം വയ്ക്കാൻ മറ്റാരുമില്ലായിരുന്നു. രാവണൻ ഉപയോഗിച്ചിരുന്ന വീണ രാവണഹസ്ത എന്നാണ് അറിയപ്പെടുന്നത്. ജ്യോതിശാസ്ത്രത്തിൽ അദ്ദേഹം എഴുതിയ രാവണസംഹിത ഇന്നും പ്രശസ്തമാണ്. ആയുർവേദത്തിലും രാഷ്ട്രീയത്തിലും അദ്ദേഹം അഗ്രഗണ്യനായിരുന്നു. തന്റെ മകൻ മേഘനാഥൻ ജനിക്കുന്ന സമയത്ത് ഗ്രഹങ്ങളെല്ലാം അനുകൂല സ്ഥാനത്ത് നിൽക്കണമെന്ന് അദ്ദേഹം ആജ്ഞാപിച്ചു എന്നാണ് കഥ. അത്രത്തോളം വലിയ ജ്ഞാനിയായിരുന്നു അദ്ദേഹം. സീതാപഹരണമാണ് രാവണന്റെ പതനത്തിന് കാരണമായത്. അറിവ് എത്രയുണ്ടായാലും അഹങ്കാരം മനുഷ്യനെ നശിപ്പിക്കുമെന്ന് രാവണന്റെ ജീവിതം കാട്ടിത്തരുന്നു. തന്റെ കരുത്തിൽ അമിതമായി വിശ്വസിച്ച രാവണൻ വിഭീഷണന്റെയും മണ്ഡോദരിയുടെയും വാക്കുകൾ തള്ളി. അവസാനം യുദ്ധക്കളത്തിൽ രാമന്റെ അമ്പുകളേറ്റ് വീഴുമ്പോൾ പോലും തന്റെ അറിവ് നഷ്ടമാകരുത് എന്ന ആഗ്രഹം രാവണനുണ്ടായിരുന്നു. രാവണൻ മരിക്കാൻ പോകുന്ന നിമിഷം ശ്രീരാമൻ ലക്ഷ്മണനോട് പറഞ്ഞു, "ലക്ഷ്മണ, ലോകം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ തന്ത്രജ്ഞനും പണ്ഡിതനുമാണ് അവിടെ വീണുകിടക്കുന്നത്. അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ വണങ്ങി ജീവിതത്തിലെ വലിയ പാഠങ്ങൾ ചോദിച്ചറിയൂ." മരിക്കുന്നതിന് തൊട്ടുമുൻപ് രാവണൻ ലക്ഷ്മണന് നൽകിയ ഉപദേശങ്ങൾ ഇന്നും ഭരണതന്ത്രജ്ഞർക്ക് മാതൃകയാണ്. ഒരു ശത്രുവിനെപ്പോലും ബഹുമാനിക്കാൻ രാമനെ പ്രേരിപ്പിച്ചത് രാവണന്റെ ആ വലിയ അറിവായിരുന്നു. രാവണൻ ഒരു മുന്നറിയിപ്പാണ്. അഹങ്കാരം കലർന്ന അറിവ് നാശത്തിലേക്ക് നയിക്കൂ എന്ന മുന്നറിയിപ്പ്. നന്മയും തിന്മയും ഒരാളിൽ തന്നെ എങ്ങനെ സമ്മേളിക്കുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ ലങ്കാധിപൻ. ഓരോ വർഷവും നമ്മൾ രാവണനെ കത്തിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ അഹങ്കാരത്തെ കൂടിയാണ് ഇല്ലാതാക്കേണ്ടത്. ഈ ചരിത്രം നിങ്ങൾക്ക് പുതിയൊരു കാഴ്ചപ്പാട് നൽകിയോ? കമന്റ് ചെയ്യൂ. ഇത് ഹ്യൂമൻ ബീയിങ്.